ഓണത്തപ്പൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. കാർഡ്ബോർഡ് ആദ്യമായിട്ട് നല്ലൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഒട്ടിച്ച് അതിനുശേഷം കുറച്ച് തുണിയോ എന്തെങ്കിലും അതിനകത്ത് തിരികെ വെക്കുക, ഒരു ബലം കിട്ടാനായിട്ട്. സ്റ്റാൻലി നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അതായിരിക്കും എളുപ്പം. അതിനുശേഷം ഒരു ക്രാഫ്റ്റി ക്ലേയുടെ ഒരു ടെറാക്കോട്ട കളിമണ്ണ്, പിള്ളേർക്കൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണാണ്, ബണ്ണിങ്സിലൊക്കെ കിട്ടും. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, അതാണ് ഏറ്റവും ചെറിയ പാക്കറ്റ്. പിന്നെ കുറച്ച് വെള്ളം, സ്പ്രേയർ, കൈ കഴുകാനായിട്ടുള്ള വെള്ളം, കത്തിരിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ കളിമണ്ണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണം, ഒരു പെയിൻറ്റ് മോഡൽ. അതിനുശേഷം നമ്മൾ ടേപ്പ് ചെയ്തിരിക്കുന്ന പിരമിഡിക്കൽ ആകൃതിയിലുള്ള ഈ സ്ട്രക്ചറിലേക്ക് ഇത് തൂത്ത് പിടിപ്പിക്കുക. അതിനുശേഷം വേണ്ടത് ഒരു വൈറ്റ് കളർ പെയിൻറ്റ്, പിന്നെ കുറച്ച് ബന്ദിപ്പൂവ്. നമ്മുടെ ഇതെല്ലാം ഉണങ്ങി റെഡിയായിരിക്കുകയാണ്. അതിനുശേഷം ഒരു ബഡ്സ്, ആ ബഡ്സ് വെച്ചാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വാഴയിലയിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പെയിൻറ്റിങ് വളരെ സിമ്പിളായിട്ട് പെയിൻറ്റ് ചെയ്തിരുന്നു. അത് ചെറിയതായിട്ട് ഒലിച്ചു വരുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യണം. പിന്നെ ബന്ദിപ്പൂവ് ഫെവിക്കോൾ വെച്ച് മുകളിൽ ഒട്ടിച്ച് വെക്കുക. പിന്നെ നമുക്ക് നിലവിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഓണത്തിനായിട്ട് അത്തപ്പൂ എല്ലാം ഇട്ട് കഴിഞ്ഞു. കൂട്ടുകാരൊക്കെ ആയിട്ട് വേറെ ടീമിനും ഇതുപോലെ ഓണത്തപ്പനൊക്കെ ഉണ്ട്, അവർക്ക് പക്ഷേ പെയിൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു പെയിൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു അട്രാക്ഷനൊക്കെ വരും. അതുമല്ല, നമ്മളത് പൂജ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ മുകളിലുള്ള ആ സ്ട്രക്ചറൊക്കെ പൂജ ചെയ്ത് ആ വെള്ള കളർ വരുന്നത് പൂജ ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഈ അത്തപ്പൂവിനകത്തുള്ള നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 3 ഓണത്തപ്പൻ, അതിൻ്റെ മുകളിൽ ബന്ദിപ്പൂവ്, പിന്നെ കുറച്ച് പൂവ് വാഴയിലേക്കകത്ത് വെറുതെ വിതറിയിടുക, പിന്നെ ഒരു നിലവിളക്ക് അതിൻ്റെ അടുത്ത് കിണ്ടി, പിന്നെ ഒരു പറ, ആ പറയ്ക്കകത്ത് കുറച്ച് ബാർലി നിറച്ചിടുക. നെല്ല് കിട്ടാത്തതുകൊണ്ടാണ് ബാർലി ചെയ്യുന്നത്. പിന്നെ നമുക്ക് തെങ്ങിൻ പൂക്കല കിട്ടാത്തതുകൊണ്ട് നമ്മൾ പനയുടെ കൊലയാണ്, അത് ചെറുതായിട്ട് പീസാക്കി ഓരോന്ന് ഇങ്ങനെ വെക്കുക. പിന്നെ ഒരു അട ഉണ്ടാക്കി അവിടെ വെക്കുക വാഴയിലേക്കകത്ത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ ഇനിയും ജഡ്ജസിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.